നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇറാനെതിരായ തിരിച്ചടിയിൽ ഇസ്രായേലിനൊപ്പം പങ്കെടുക്കില്ലെന്ന് യുഎസിന്റെ മുന്നറിയിപ്പ്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഒരു തരത്തിലും യുഎസ് പങ്കെടുക്കില്ലെന്നാണ് വൈറ്റ് ഹൗസ് മുന്നറിയിപ്പ് നൽകിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ എങ്ങനെയാകണമെന്നതിൽ തീരുമാനമെടുക്കാനാകാതെ ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് യോഗം പിരിഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വാർ ക്യാബിനറ്റ് യാതൊരു തീരുമാനവും എടുക്കാതെ പിരിഞ്ഞത്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് വീണ്ടും യോഗം ചേർന്നേക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രായേൽ ദിനപത്രമായ ഇസ്രായേൽ ഹയോം റിപ്പോർട്ട് ചെയ്തത്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നത് വ്യക്തമാണെന്നും വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിനെ ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അനുകൂലിച്ചെങ്കിലും ഇത് എങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകളിലുണ്ട്. ഇറാനെതിരായ തിരിച്ചടി ശ്രദ്ധയോടെ ആകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാനെതിരെ തിരിച്ചടി നടത്തുമ്പോൾ തന്ത്രപരമായി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ വിജയകരമായി പ്രതിരോധിച്ചതായാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ 99% ഇസ്രായേൽ തകർത്തതായും ഇത് ഇറാനുമേൽ ഇസ്രായേലിനുള്ള സൈനിക ആധിപത്യം വ്യക്തമാക്കുന്നതെന്നുമാണ് US അധികൃതരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം 300-ലേറെ ഡ്രോണുകളും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വർഷിച്ചത്. എന്നാൽ ഇവയിൽ മിക്കതും ലക്ഷ്യത്തിലെത്തും മുമ്പേ ഇസ്രായേൽ സേന തകർത്തിരുന്നു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായി ഇസ്രായേലിനൊപ്പം അണിനിരന്നു. ഇറാൻ തൊടുത്തുവിട്ട ഡസൻ കണക്കിന് മിസൈലുകളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തത്. ഏകദേശം 80-ലേറെ ഡ്രോണുകളും 6 ബാലിസ്റ്റിക് മിസൈലുകളും US യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചേർന്ന് തകർത്തതായാണ് അവകാശവാദം. അതേസമയം ഒരു വ്യോമത്താവളത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിലാണെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി.